ആ വീഡിയോ കണ്ടതല്ലേ? ഞാൻ കണ്ടതാണ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാനും എൻ്റെ ബ്രദറും അവിടെ നിന്ന് എല്ലാവർക്കും തോന്നി തലത്തട്ട് ഇടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പള്ളിക്കെതിരായി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. അവരെന്തോ കണ്ടതോ അവർ അഡ്രസ് ചെയ്തതോ വെച്ച് അവരെടുക്കുന്ന സമയത്ത് ഷി വാസ് ഇന്റൻഷനലി ഡൂയിങ്, അല്ലെങ്കിൽ ഞാൻ നിന്നോ എടുത്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ തെളിയിക്കും എന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിലും. മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയുടെ ഇതിൽ കമ്മിറ്റഡ് ആയിട്ട് ഒരു കാര്യം ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഞാൻ പറയുന്നു പോകുന്നു, അതിനുശേഷം ആൾക്കാരത് പുള്ളി ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാനൊരു ആക്ടിവിസ്റ്റ് ഇപ്പൊ ഞാൻ അഡ്രസ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടെ വ്യത്യാസമാണ്. അതിന്റെ ഒരു റിയൽ ഘടനയിലോ അല്ലെങ്കിൽ റിയൽ സെൻസിലോ അർത്ഥത്തിലോ ഒന്നുമല്ല ആൾക്കാർ എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു അനലിസ്റ്റെന്നോ അല്ലെങ്കിൽ ഒരു ഒബ്സർവറിനോ ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ കാലങ്ങളായി ഞാൻ ഈ പറയുന്ന ആക്റ്റീവ് സ്പേസുകളിലോ അതിനു മുമ്പ് വളരെ തീവ്രമായ ഒരു വിശ്വാസത്തിലോ അതിനുശേഷം എത്തീസത്തിലോ ഒക്കെ മാറി മാറി ഞാൻ ശ്രമിച്ചു നോക്കി. ഐ ബീൻ ദർ 100%. ഞാൻ ഓൾറെഡി ഇൻവോൾവ് ആയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കൾ, ഞാൻ ആ സ്പേസുകളെയൊക്കെ ഓരോ രീതിയിൽ സമൂഹത്തിന്റെ ഓരോ ഭാഗങ്ങളായി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ എന്നോട് ആൾക്കാർ ഫെമിനിസ്റ്റ്, ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ആം ദാറ്റ്, ബട്ട് നോട്ട് നിങ്ങളുടെ ചിന്തയിലുള്ള ഒരു സാധനം അല്ല അത്. അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഞാനിപ്പോ അല്ല അത് ആക്ടിവിസ്റ്റ്. അപ്പോൾ ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഐശ്വര്യയുടെ ഒരു വ്യൂ പോയിന്റ് ആണോ അല്ലേ കാണിക്കുന്നത്? അഫ്കോഴ്സ് ഞാനെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന്റെ ഇതല്ലേ, അല്ല ഒരു ടോട്ടാലിറ്റി, ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിന്ന് സംസാരിക്കാൻ എപ്പോഴും എളുപ്പം ആൾക്കാർക്ക്. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഈ പൊതു ഇടങ്ങളിലുള്ള അല്ല ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന അല്ലെ സോഷ്യലി ആക്റ്റീവായി നിൽക്കുന്ന ആളുകളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ബുക്കും അവരുടെ ലൈക്ക് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കേണ്ടി വരും സംസാരിക്കാനായിട്ട്. എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. ഐ ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ഭരണഘടന അല്ലെങ്കിൽ നമ്മളുടെ നിയമം. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു കാര്യം അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഒരു ഇൻഡിവിജ്വൽ ആയിട്ട്. ഫസ്റ്റ് ഐശ്വര്യ രാധാലക്ഷ്മി നമ്മൾ അറിയുന്നത് ശ്രീകണ്ഠൻ നായർ ഷോയുടെ ഒരു ഡിബേറ്റ് പ്രോഗ്രാമിലായിരുന്നു ഫസ്റ്റ് ആയിട്ട് പുറത്തുള്ളവരെ അറിയുന്നതും അതുപോലെ കുറെ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ എന്താ അത്തരത്തിലുള്ള കമന്റ്സുകൾ വായിക്കുന്നതും. ആ ഒരു സന്ദർഭം എങ്ങനെയായിരുന്നു നേരിട്ടത്? അതായത് 10 years ബാക്കുള്ള ഒരു ഇഷ്യൂ, അത് ലിവിങ് ടുഗദറിനെ കുറിച്ച് അഡ്രസ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ ഞാൻ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത് ലിവിങ് ടുഗദറിൽ രണ്ടുപേരുണ്ടാകുന്നത്, അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ചിലപ്പോൾ അതിനകത്തൊരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. ഐ വാസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് ബീങ് ടുഗദർ ഇൻ എ പ്ലേസ് ആൻഡ് ബീങ് കംഫർട്ടബിൾ. ഗ്രാജുവലി അത് ഡെവലപ്പ് ആവുന്നുണ്ട്, റിലേഷൻഷിപ്പ് ആവുന്നു, അല്ലെങ്കിൽ അല്ല. കുറെ കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങും സ്പേസും ഉള്ളൊരു സ്പേസാണിത്. മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയുടെ ഇതിൽ കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു സാധനം പാലിക്കേണ്ട അല്ലെ ഒരു കാര്യം ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട്. അതിന് കുറെ കൂടെ സ്പേസ് ആണ് ഈ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള സ്ഥലങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് അന്ന് അഡ്രസ് ചെയ്തത്. പക്ഷെ ഞാൻ ഇമോഷണൽ ആയിരുന്നു. ഇപ്പൊ ശ്രീലക്ഷ്മി ഒക്കെ പറയുന്ന പോലെ ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര അജിറ്റേറ്റീവ് ആയിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആയിരുന്നു ആ സമയത്ത്. ബിക്കോസ് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് പ്രൊവോക്കേറ്റീവ് ആയിട്ട് തോന്നിയിരുന്നു. ബട്ട് ആ ഒരു ചർച്ച ഞാനത് ശ്രദ്ധിക്കാറില്ല. ഞാൻ പറയുന്നു പോകുന്നു, അതിനുശേഷം ആൾക്കാരത് പുള്ളി ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഹൂഎവർ ഈസ് വർക്കിംഗ് ഓൺ ഇറ്റ് ശ്രദ്ധിക്കില്ല. ഇല്ല, അത് എന്റെ കാര്യമില്ല. ഞാൻ കമന്റ് പോലും നോക്കാത്ത കമന്റ് ചീത്ത പറയുന്നവരോടൊക്കെ ഞാൻ നന്ദി പറയാറുണ്ട്. കാരണം അത് അവരുടെ ഫീലിംഗ്, അത് എനിക്ക് റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പ്രസന്റിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ്, ഷിംജിത ദീപക് എന്ന് പറയുന്ന ഒരു കേസില് ഇപ്പോ കുട്ടി ഒരു വീഡിയോ എടുത്തു, അത് വൈറലായി, ആള് ആത്മഹത്യ ചെയ്തു. അപ്പോ അതിനെ തുടർന്നിട്ട് ഉണ്ടായ ഒരു ചർച്ചയാണ് വൈ നിങ്ങൾ ഷിംജിതയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു? ഞാൻ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണോ, അങ്ങനെയാണോ ഫീൽ ചെയ്തത്? ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ, അതന്നെ ഞാൻ തിരുത്തി പറഞ്ഞല്ലോ. പക്ഷേ ഷിംജിതയുടെ എല്ലാ ആക്ഷനും സപ്പോർട്ട് ചെയ്യാനോ ഷിംജിതനെ വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് ഷിംജിതനെ അറിയില്ല. പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്തത് ആ പർട്ടിക്കുലർ വീഡിയോയിൽ ഉണ്ടായിരുന്ന അയാളുടെ ആക്ഷൻ പോലെ തന്നെ ഷിംജിതയ്ക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായി ചെയ്യാറുണ്ട്. ഷിംജിത ഒരു സെൻസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ബേസിക്കലി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചിട്ട്. ആ സ്പേസിൽ അയാൾ അത് ചെയ്യുമ്പോൾ അയാൾക്കൊരു ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്, ടീനേജ് 2 പെൺകുട്ടികളാണ് അയാൾക്കുള്ളത്. അയാള് എപ്പോഴും തലത്തട്ട് ഇടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പള്ളിക്കെതിരായി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. അയാൾ അതിൻ്റെതായ മൂല്യങ്ങളെ വാല്യൂ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ ധൈര്യമായിട്ട് ഇറങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവർ മനഃപൂർവ്വം ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അവരുടെ ഭർത്താവിനെ, ഒരു PG വരെ കഴിഞ്ഞാണ്, അവർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത സ്ത്രീയാണ്. ഷി ഹാസ് അവരൊരു ബ്രദർ ഉണ്ട്. ഞാൻ അവരുടെ ഫാമിലിയോടൊക്കെ സംസാരിച്ചു നോക്കിയിട്ട് ചേച്ചി ആ വീഡിയോ കണ്ടതല്ലേ? ഞാൻ കണ്ടതാണ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാനും എൻ്റെ ബ്രദറും അവിടെ നിന്ന് എല്ലാവർക്കും തോന്നി ഇറ്റ് ഈസ് എ ടച്ച്, ബിക്കോസ് എവറി വൺ ഹാസ് സീൻ ഇറ്റ്. അങ്ങനെ അവർ പറഞ്ഞു ആൺകുട്ടികളും വേറെ ആരും അംഗീകരിക്കില്ലായിരിക്കും, ബട്ട് ദാറ്റ് ഈസ് ഇറ്റ്. വീഡിയോ കണ്ട എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നത്, ഒരാള്
ഇപ്പോൾ നമുക്കൊരു ബാഡ് ടച്ച് ഉണ്ടായാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും, ചേച്ചിക്ക് മനസ്സിലാവും. സോ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുക. ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത്, കണ്ടാ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്തതല്ലേ. അവർ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തതാണ്, അല്ലാതെ പ്ലാൻ ചെയ്തതല്ല. അവർ ആ വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അതിന് തൊട്ടു മുമ്പുണ്ടായ എന്തോ ഇൻസിഡന്റോ തൊട്ടു മുമ്പുണ്ടായ ഒരു പ്രിപ്പറേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെന്തോ കണ്ടതോ അവർ അഡ്രസ് ചെയ്തതോ വെച്ച് അവരെടുക്കുന്ന സമയത്ത് ഷി വാസ് ഇന്റൻഷനലി ഡൂയിങ് ഇറ്റ്. അതിന്റെ അർത്ഥം എന്താണ് ഇന്റൻഷൻ? ആ പെൺകുട്ടിയുടെ ഇന്റൻഷൻ എന്താണ്? ഈ പറയുന്ന സമൂഹത്തിന്റെ മുമ്പിൽ മുഴുവൻ ഇങ്ങനെ കാണിച്ചിട്ട് ഈ കേരള സമൂഹം, ഈ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയാൽ സ്ത്രീ സുഖിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരാരും ഒന്നും പറയാറില്ല. സ്ത്രീയുടെ സുഖത്തിന് അവൾ നിന്നു കൊടുത്താൽ കണ്ടില്ലേ അവളുടെ മുഖമൊന്നും. അതിനപ്പുറത്തേക്ക് അവളുടെ ബോഡിയോ ഓവർകം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ നിന്നു കൊടുത്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ തെളിയിക്കും എന്നുള്ള മൈൻഡ് സെറ്റ് ആണല്ലോ. അതിനെ അഡ്രസ് ചെയ്യാൻ അവരുടെ വീട്ടിൽ പറ്റിയിട്ടുണ്ട്, അവരുടെ ഭർത്താവിന്റെ അടുക്കൽ പറ്റിയിട്ടുണ്ട്. ഒരു ഒഫീഷ്യലിനെ വിളിച്ചു ചോദിച്ചതാണ്. പേര് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്ത, അല്ലെങ്കിൽ ഈ മോബിന്റെ ഒരു വയലൻസിൽ ഭയങ്കര പേടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തവർ. സോ റൈറ്റ് നൗ നോ വൺ വിൽ കം ഔട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി.